Dear students, today we will discuss about pellets. Okay, so what are pellets? Pellets എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം നമ്മുടെ ക്യാപ്സൂളും അതുപോലെ ടാബ്ലറ്റും പോലുള്ള ഒരു യൂണിറ്റ് ഡോസേജ് ഫോം തന്നെയാണ്. നമ്മൾ ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡോസേജ് ഫോം തന്നെയാണ് pellets. Okay, so ഇനി pelletsന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ in pharmaceutical industries pellets എന്ന് പറയുമ്പോൾ മൾട്ടി പർട്ടിക്കുലേറ്റ് ഡോസേജ് ഫോം ആണ്. ദാറ്റ് ഇസ് നമുക്ക് മൾട്ടിപ്പിൾ ഡ്രഗ്സ് അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പെല്ലറ്റ്സ് ആർ മൾട്ടി പർട്ടിക്കുലേറ്റ് ഡോസേജ് ഫോം വിച്ച് വാസ് ഫോംഡ് ബൈ അഗ്ലോമറേഷൻ ഓഫ് powdered excipient and drugs together that leads to the formation of small free flowing spherical or semi spherical part. So multi particulate എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? എക്സിപിയൻസ് ഉണ്ടായിരിക്കും, എക്സിപിയൻസ് പ്ലസ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡ്രഗ്സ്, ഡ്രഗ് 1 ഡ്രഗ് 2 അങ്ങനെ ഡിഫറെന്റ് ഡ്രഗ്സ് ഉണ്ടായിരിക്കാം. അപ്പം അത് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്? അതിന്റെ ഒരു പൗഡർ ഫോമിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. എക്സിപിയൻസിന്റെയും ഡ്രഗ്സിന്റെയും പൗഡർ ഫോമിൽ എടുക്കുക. അതിനെ നമ്മൾ അഗ്ലോമറേറ്റ് ചെയ്യുക. വാട്ട് ഈസ് അഗ്ലോമറേഷൻ? അഗ്ലോമറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർക്കുക അല്ലെ, പാർട്ടിക്കിൾസിനെ കൂട്ടിച്ചേർത്തിട്ട് കുറച്ചുകൂടെ വലിയ സൈസിലുള്ള പാർട്ടിക്കിൾ ഫോം ചെയ്യുക, വലിയ സൈസിലുള്ള ഒരു ഗ്ലോബ്യൂൾ ഫോം ചെയ്യുക. അതിനാണ് അഗ്ലോമറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ സസ്പെൻഷൻസ് അതുപോലെ എമൽഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഈ അഗ്ലോമറേഷൻ നമ്മൾ പഠിക്കും. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഫോം ചെയ്തിട്ട് വലിയ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വലിയ പാർട്ടിക്കിൾ ആയിട്ട് ഫോം ചെയ്യുന്നു. അതിനാണ് നമ്മൾ അഗ്ലോമറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഫൈൻ പൗഡേർഡ് എക്സിപിയൻസ് അതുപോലെ ഡ്രഗ്സ് അതിനെ എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്ത് അഗ്ലോമറേഷൻ പ്രോസസ്സ് വഴിയാണ് നമുക്ക് പെല്ലറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ പെല്ലറ്റ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ സെമി സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അതുപോലെ സ്മോൾ ആയിരിക്കും, വളരെ ചെറുതായിരിക്കും, സ്ഫെറിക്കൽ അല്ലെങ്കിൽ സെമി സ്ഫെറിക്കൽ പാർട്ടിക്കിൾസ് ആയിരിക്കും. ആൻഡ് ദേ ആർ ഫ്രീ ഫ്ലോയിങ് പാർട്ടിക്കിൾസും ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ഇമേജിൽ കാണും, നമ്മൾ ചില ക്യാപ്സൂൾസിലൊക്കെ കണ്ടിട്ടില്ലേ, അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ, കുഞ്ഞു കുഞ്ഞു ഗ്ലോബ്യൂൾസ് പോലെ നമ്മൾ കണ്ടിട്ടില്ലേ, അത് പെല്ലറ്റ്സ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഈ ക്യാപ്സൂൾ ഷെല്ലിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് പെല്ലറ്റ്സ് ആണ്. ഇത് ക്യാപ്സൂൾ ഷെല്ലാണെങ്കിൽ പൗഡർ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്ലോബ്യൂൾസ് പോലെ ആയിരിക്കും കാണുന്നത്. സോ അതാണ് പെല്ലറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെല്ലറ്റ്സ് മൾട്ടി പാർട്ടിക്കുലേറ്റ് ഡോസേജ് ഫോം ആണ്, ഫ്രീ ഫ്ലോയിങ് ആണ്, സ്ഫെറിക്കൽ അല്ലെങ്കിൽ സെമി സ്ഫെറിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും പെല്ലറ്റ്സ്. ഓക്കെ, സോ ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഇമേജിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, കുഞ്ഞു കുഞ്ഞി ഗ്ലോബ്യൂൾസ് പോലെയല്ലേ കിടക്കുന്നത്, അതാണ് പെല്ലറ്റ്സ്. സ്ഫെറിക്കൽ അല്ലെങ്കിൽ സെമി സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും. ഇനി നമ്മൾ എന്തൊക്കെയാണ് പെല്ലറ്റ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? യൂണിഫോമിറ്റി ഓഫ് ഡോസേജ് ഫോം, ഡോസേജ് യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ പെല്ലറ്റ്സ് ആർ കമ്പോസ് ഓഫ് ഡിഫറെന്റ് ഡ്രഗ്സ്, നമുക്ക് ഒന്നിലധികം ഡ്രഗ്സ് പെല്ലറ്റ്സ് ഫോമിലാക്കി എടുക്കാം. ദാറ്റ് ക്യാൻ ബി ബ്ലെൻഡഡ് ആൻഡ് ഫോമുലേറ്റഡ് ഇൻ എ സിംഗിൾ യൂണിറ്റ് ഡോസേജ് ഫോം. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഡ്രഗ്സിനെ ഒരു സിംഗിൾ യൂണിറ്റ് ഡോസേജ് ഫോമിലോട്ട് ഫോമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ പെല്ലറ്റ്സ് ആയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ. നമ്മുടെ ടാബ്ലറ്റിന്റെ ഒക്കെ പോലെ തന്നെ, ഇപ്പൊ ടാബ്ലറ്റിൽ തന്നെ പല ഡ്രഗ്സ് നമ്മൾ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ പെല്ലറ്റ്സിൽ നമുക്ക് ഡിഫറെന്റ് ഡ്രഗ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പെല്ലറ്റ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? എക്സലന്റ് ഫ്ലോ പ്രോപ്പർട്ടീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ ഫ്ലോയിങ് ആണെന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ എക്സലന്റ് ഫ്ലോ പ്രോപ്പർട്ടീസ് ഉണ്ട് പെല്ലറ്റ്സിന്. അതുകൊണ്ട് തന്നെ ഡിഫിക്കൽറ്റി, ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് ട്രാവൽ ചെയ്യും, മീൻസ് നമ്മുടെ ഈസോഫാഗസിലൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫിക്കൽറ്റി ഇൻ സ്വാളോയിങ് ഉള്ള പേഷ്യൻസ്, അപ്പൊ ഡിഫിക്കൽറ്റി ഇൻ സ്വാളോയിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ഫാജിയ. ഓക്കെ, അപ്പം ഈ ഡിസ്ഫാജിയ ഉള്ള പേഷ്യൻസിൽ നമുക്ക് പെല്ലറ്റ്സ് കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇംപ്രൂവ്സ് എസ്തെറ്റിക് അപ്പിയറൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പെല്ലറ്റ്സ് ആയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്യാപ്സൂൾ ഷെല്ലിൽ അതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയുണ്ട് അല്ലെ. സോ അപ്പൊ എസ്തെറ്റിക് അപ്പിയറൻസും അത് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അതുപോലെ ബിറ്റർ ടേസ്റ്റ് മാസ്കിങ്. ഇപ്പൊ പെല്ലറ്റ്സ് ആയിട്ട് ഫോമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റർ ടേസ്റ്റ് ഉള്ള ഡ്രഗ്സിന്റെ ആ ഒരു ബിറ്റർ ടേസ്റ്റിനെ നമുക്ക് മാസ്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പെല്ലറ്റ്സ് ആർ disperse freely in GIT and hence greater absorption of the active drug occurs. അതായത് നമ്മളിപ്പോൾ ഈ പെല്ലറ്റ്സ് ഫോമിൽ നമ്മൾ കഴിക്കുകയാണ്, അപ്പൊ നമ്മുടെ GIT-യിലുള്ള ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് ഫ്രീ ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്തിട്ട് അതിന്റെ അബ്സോർപ്ഷനും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ഡോസ് സ്റ്റമ്പിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രീമെച്യൂർ റിലീസ് ഓഫ് ഡ്രഗ്സ്. ഈ ഡോസ് ഡംപിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രീമെച്യൂർ റിലീസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ, പ്രീമെച്യൂർ റിലീസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രഗ് ആക്ട് ചെയ്യേണ്ട ടാർഗറ്റ് ഉണ്ട്. നമുക്കറിയാം ഇപ്പോൾ എൻട്രിക്കോട്ട ടാബ്ലറ്റ്,
എൻട്രി കോട്ടഡ് ടാബ്ലറ്റ് എവിടെയാണ്? നമ്മൾ സ്മോൾ ഇൻഡസ്ട്രൈനിലാണ് അത് ആക്ട് ചെയ്യേണ്ടത്, അല്ലെ ഇൻഡസ്ട്രൈനിലാണ് അത് ആക്ട് ചെയ്യേണ്ടത്. സോ അപ്പം അതിന് മുന്നേ റിലീസ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ പ്രീ മെച്യൂർ റിലീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡോസ് ഡംപിങ് ഏറ്റവും കൂടുതൽ കാണുന്നത് സസ്റ്റൈൻഡ് റിലീസ് ഫോർമുലേഷൻസ്, സസ്റ്റൈൻഡ് റിലീസ് ടാബ്ലറ്റ്സിനൊക്കെയാണ് ഈ ഒരു ഡോസ് ഡംപിങ് ആ ഒരു റിസ്ക് ഉള്ളത്. സോ അപ്പോൾ പെല്ലറ്റ്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഡോസ് ഡംപിങ് അല്ലെങ്കിൽ പ്രീ മെച്യൂർ ഡ്രഗ് റിലീസ് അതിന്റെ റിസ്ക് കുറവായിരിക്കും. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് പെല്ലറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പെല്ലറ്റ്സ് ഇസ് എ കോംപ്ലിക്കേറ്റഡ്, അതായത് പെല്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്. അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആണ്. എങ്ങനെയാണ്? ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്, അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആണ്. സോ റിക്വയർസ്, അതുപോലെ ഈ പെല്ലറ്റ്സ് ഈ ഒരു ഫോമിലാക്കി എടുക്കണമെങ്കിൽ ഹൈലി സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എങ്ങനെയാണ്? ഹൈലി സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് അല്ലെങ്കിൽ സ്കിൽഡ്, ഇതിന്റെ മാനുഫാക്ചറിങ്ങിന് ട്രെയിൻഡ് അല്ലെങ്കിൽ സ്കിൽഡ് പേഴ്സൺ ആവശ്യമായിട്ടുണ്ട്. അപ്പം ഹൈലി സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് വേണം, ഹൈലി ട്രെയിൻഡ് അല്ലെങ്കിൽ സ്കിൽഡ് ആൾക്കാർ വേണം ഇത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ്, ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും. സോ അതുപോലെ തന്നെ ലാക്ക് ഓഫ് മാനുഫാക്ചറിങ് റീപ്രൊഡ്യൂസബിലിറ്റി ആൻഡ് എഫിക്കസി, അതായത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള മാനുഫാക്ചറിങ് റീപ്രൊഡ്യൂസബിലിറ്റി അതുപോലെ എഫിക്കസി കുറവാകാനുള്ള ചാൻസും ഉണ്ട് പെല്ലറ്റ്സിന്. സോ അപ്പൊ ഇത്രയാണ് ഡിസഡ്വാൻറ്റേജസ് വരുന്നത്.